നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇമോജി ഏതാണെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളുടെ മൈൻഡ് റെഡി ചെയ്യാൻ പോവാണ്. യെസ്, ഓക്കെ. ആദ്യം ഇത് ഞാൻ കുറേ ഇമോജി ഇവിടെ കൊടുത്തേക്കുന്നുണ്ടോ നിങ്ങൾ കണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇമോജി മനസ്സിൽ വിചാരിക്കൂ. അതിനകത്ത് ഡബിൾ ടാപ്പ് ചെയ്ത് ലോക്ക് ചെയ്യുക. ഡബിൾ ടാപ്പ് ടു ലോക്ക് ലോക്ക് ചെയ്തോ? ഡബിൾ ടാപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ആ ഇമോജി ഇത്രയും കൊടുത്തേക്കുന്ന ഇമോജി ഇല്ലേ, ആ ഇമോജിയുടെ അടുത്തായിട്ട് നിങ്ങളുടെ വിരൽ നിങ്ങൾ മൂവ് ചെയ്ത് ഇങ്ങനെ വെച്ചേ. വിരൽ മൂവ് ചെയ്ത് ഇങ്ങനെ വെക്കുക, ഫിംഗർ മൂവ് ചെയ്ത് വെച്ചോ. ഓക്കെ, അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്ത ഇമോജിയുടെ നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്ത ഇമോജി ഇല്ലേ, ആ സെലക്ട് ചെയ്ത ഇമോജിയുടെ തൊട്ടടുത്തുള്ള ഒരു ബ്ലൂ ഇമോജിയുടെ അടുത്തായിട്ട് നിങ്ങൾ വിരൽ ഇങ്ങനെ മൂവ് ചെയ്യുക. വിരൽ ഇങ്ങനെ നീക്കുക. ഓക്കെ, ബ്ലൂ ഇമോജിയുടെ അടുത്തായിട്ട് നിങ്ങൾ വിരൽ നീക്കിയോ? ഓക്കെ, നീക്കി. ഇപ്പൊ നിങ്ങളെ വിരൽ ഒരു ഇമോജി ഇരിപ്പില്ലേ, ആ ഇമോജിയുടെ അടിയിൽ അല്ലെങ്കിൽ റൈറ്റ്, ഡൗൺ അല്ലെങ്കിൽ റൈറ്റ് ഉള്ള അടുത്തുള്ള ഒരു ബ്ലാക്ക് ഇമോജിയിലായിട്ട് നിങ്ങളുടെ വിരൽ നീക്കുക. ഡൗൺ അല്ലെങ്കിൽ റൈറ്റ് ഉള്ള ബ്ലാക്ക് ഇമോജി, നിയറസ്റ്റ് ബ്ലാക്ക് ഇമോജിയിലായിട്ട് നിങ്ങൾ ഇങ്ങനെ നീക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു ബ്ലാക്ക് ഇമോജിയിലാണ് കൈ വെച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ആ ബ്ലാക്ക് ഇമോജിയുടെ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പ്ലസ് പറ്റത്തില്ല, എക്സ് ആക്സിസിൽ ഇങ്ങനെ വരുന്ന ഒരു ബ്ലൂ ഇമോജി നിങ്ങൾ സെലക്ട് ചെയ്യുക. വിരൽ ഇങ്ങനെ നീക്കി ആ ബ്ലൂ ഇമോജിയിലായിട്ട് പോവുക. എക്സ് ആക്സിസ് കറസ്പോണ്ടൻസ്, ഇറ്റ് മീൻസ് കറസ്പോണ്ടൻസ്. ഫോർ ദ സ്റ്റുഡൻസ് അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്, ഇത് കറസ്പോണ്ടൻസ് ആണ്, എക്സ് ആക്സിസ്. ഓക്കെ, ചെയ്തല്ലോ. ഓക്കെ, ഞാൻ നിങ്ങൾ വിരലിരിക്കുന്ന എവിടെയാണെന്ന് ഞാൻ പറയാൻ പോകണം. ഞാൻ നിങ്ങളുടെ മൈൻഡ് റെഡി ചെയ്യാൻ പോവാണ്. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തേക്കുക. നിങ്ങളുടെ കയ്യിരിക്കുന്ന ഇമോജി എന്ന് പറയുമ്പോൾ പിന്നെ നാളെ പറയാം, ഒന്ന് പറഞ്ഞിട്ട് പോകാല്ലേ. ഇതല്ലേ കറക്റ്റാണോ?